കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യോഹന്നാൻ 1:32. യോഹന്നാൻ 1:32. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ. എന്തുകൊണ്ടാണ് ഈ പ്രാവ് എന്നുള്ള ഒരു പക്ഷിയെ ഇവിടെ ഒരു അടയാളമായിട്ട് നൽകുന്നത്? ഈ പ്രാവ് കുറച്ച് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമത്തത് നിഷ്കളങ്കതയുടെ സന്ദേശമാണ് നൽകുന്നത്. ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആദ്യ ഗുണം എന്ന് പറയാം നിഷ്കളങ്കത. മത്തായി 10:16. മത്തായി 10:16. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. ഈ നിഷ്കളങ്കതയാണ് നമ്മള് നിർമ്മല ഹൃദയരായിട്ട് മാറ്റുന്നത്. തീത്തോസ് 1:15. തീത്തോസ് 1:15. തീത്തോസ് 1:15. നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്, എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. അവരുടെ ഹൃദയവും മനസ്സാക്ഷിയും ദുഷിച്ചതാണ്. മത്തായി 12:35. മത്തായി 12:35. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിക്കുന്നത് സരള ഹൃദയരായിട്ടാണ്, നിഷ്കളങ്കരായിട്ടാണ്. പിന്നെ നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ടാണ് ഇത് വേറെയായിട്ട് മാറുന്നത്. സഭാപ്രസംഗകൻ 7:29. സഭാപ്രസംഗകൻ 7:29. ഞാൻ കണ്ടത് ഇതാണ്, ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. നിഷ്കളങ്കത വിട്ടുമാറുന്ന വ്യക്തികളിലും സമൂഹത്തിലാണ് പ്രശ്നങ്ങൾ സങ്കീർണമായി മാറുന്നത്. രണ്ടാമത്തെ നമുക്ക് ഈ പ്രാവ് സൂചിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ഐക്യമാണ്. എപ്പോഴും നമുക്ക് ആ സ്നേഹത്തിന്റെ ഐക്യം, ഒന്നാമത്തെ ഒരു വചനം ഉത്തമഗീതത്തിലെ 6:9. ഉത്തമഗീതം 6:9. എന്നാൽ എന്റെ മാടപ്രാവ്, എന്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം. അമ്മയ്ക്ക് അവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ്. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു, രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി. അത് യൂണിറ്റിയാണ്, വൺ എന്നുള്ള സൂചിപ്പിക്കുന്നത്. ഇതിന്റെ വലിയൊരു അടയാളമാണ് യൂണിറ്റിയുടെ, അതായത് സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ വലിയൊരു അടയാളമാണ് പരിശുദ്ധ അമ്മ. ഈ വചനം ഒന്നുകൂടിയും അതില് ആ ഒരു കണ്ണുകളിലൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഐക്യമാണ് ശരിക്കും അപ്പസ്തോല നടപടി 1:14 അമ്മയിലൂടെ കാണുന്നത്. അപ്പസ്തോല പ്രവർത്തനം, അപ്പസ്തോല നടപടി 1:14. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. മാതാവിന്റെ സാന്നിധ്യം എപ്പോഴും ഐക്യം ഉളവാക്കുന്നതാണ്. അപ്പസ്തോല നടപടി 2:1. അപ്പസ്തോല നടപടി 2:1. പന്തക്കുസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഒരുമിച്ച് കൂടിയിരുന്ന് ഇവർക്ക് കിട്ടുന്നത് വ്യത്യസ്തമായിരിക്കും. ദാനങ്ങൾ വ്യത്യസ്തമാണ്. ദാനങ്ങൾ വ്യത്യസ്തമാണെങ്കിലും മാതാവിന്റെ സാന്നിധ്യത്തിൽ, അതായത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഐക്യമുള്ളവർ വേണം. അതുകൊണ്ട് ദാനങ്ങൾ വ്യത്യസ്തമാണെന്ന് കാണിക്കുന്നതാണ് ഓരോരുത്തരുടെ മേല് ആക്ട്സ് 2:3. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അപ്പസ്തോല പ്രവർത്തനം 2:3. ഗിഫ്റ്റ്സ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ആത്മാവ് ഒന്നാണ്. 1 കൊരിന്തോസ് 12:4. 1 കൊരിന്തോസ് 12:4. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ആത്മാവിലായിരിക്കുന്നവർ എപ്പോഴും ഐക്യത്തിന് വേണ്ടി ശ്രമിക്കും. അതാണ് ഈ പ്രാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. 1 കൊരിന്തോസ് 1:10. 1 കൊരിന്തോസ് 1:10.
സഹോദരരെ, നിങ്ങൾ എല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏകമനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഫിലിപ്പിയർ 1:27. ഫിലിപ്പി 1:27. ഞാൻ നിങ്ങളെ വന്നു കണ്ടാലും നിങ്ങളിൽ നിന്ന് ദൂരസ്ഥനായിരുന്നാലും നിങ്ങൾ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ ഉറച്ചു നിന്ന് സുവിശേഷത്തിലുള്ള വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തക്കവിധം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രം. അപ്പോസ്തല നടപടി 4:32. അപ്പോസ്തല നടപടി 4:32. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. ഫിലിപ്പിയർ 2:2. ഫിലിപ്പി 2:2. നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. സെഫാനിയ 3:9. സെഫാനിയ 3:9. കർത്താവിന്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. പക്ഷെ ഇതിന് നേരെ വിപരീതമാണ് പിശാച് ചെയ്യുന്നത്. ഭിന്നതയില്ല. യോഹന്നാൻ 10:12. യോഹന്നാൻ 10:12. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. നമ്മളിലെ ഈ സ്നേഹത്തിന്റെ ആത്മാവ് നമ്മളിലും നമ്മൾ ഇടപെടുന്ന വ്യക്തിയിലും സ്നേഹത്തിന്റെ ആത്മാവിന് വിരുദ്ധമായി നടക്കുന്നത് പരദൂഷണമാണ്. ആരെ കുറിച്ചും എന്ത് അപവാദം പറഞ്ഞു കഴിഞ്ഞാലും അത് ആത്മാവിനല്ല. എപ്പോ നമ്മളിൽ നിന്ന് വേറൊരാളെ കുറിച്ച് പരദൂഷണമാണ് വരുന്നെങ്കിൽ നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല, പിശാചാണ്. അതിന് പിന്നെ ന്യായീകരണങ്ങളൊന്നുമില്ല. അത് പരദൂഷണമാണെങ്കിൽ അത് ആത്മാവിൽ നിന്നല്ല. അതാണ് കൃത്യമായിട്ടൊരു ഡിസൈൻമെന്റ് ഉണ്ടാവും. മൂന്നാമത് ഈ പ്രാവ് സൂചിപ്പിക്കുന്നത് നെടുവീർപ്പാണ്. എപ്പോഴും നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ്. ഏഷ്യ 38:14. നീവൽ പക്ഷിയെ പോലെയോ കൊക്കിനെ പോലെയോ ഞാൻ നിലവിളിക്കുന്നു. പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. മുകളിലേക്ക് നോക്കി എന്റെ കണ്ണ് തളർന്നിരിക്കുന്നു. കർത്താവെ, ഞാൻ മർദ്ദിക്കപ്പെടുന്നു. അങ്ങ് എന്റെ രക്ഷയായിരിക്കണമേ. ഏഷ്യ 59:11. ഏശയ്യ 59:11. ഞങ്ങൾ കരടികളെ പോലെ മുരളുകയും പ്രാവുകളെ പോലെ കുറുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, എന്നാൽ ലഭിക്കുന്നില്ല. രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്നു, അത് വിദൂരത്താണ്. എസെക്കിയേൽ 7:16. എസെക്കിയേൽ 7:16. എസെക്കിയേൽ 7:16. ഇവയെ അതിജീവിച്ച് രക്ഷപ്പെടുന്നവർ തങ്ങളുടെ തിന്മകൾ ഓർത്തു വിലപിച്ചുകൊണ്ട് താഴ്വരകളിൽ നിന്ന് പ്രാവുകൾ എന്ന പോലെ മലകളിൽ അഭയം തേടും. നാഹും 2:7. നാഹും 2:7. രാജ്ഞിയെ വിവസ്ത്രയാക്കി പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. അവളുടെ ദാസിമാർ പ്രാവുകളെ പോലെ ദുഃഖിച്ചുകൊണ്ട് മാറത്തടിച്ച് നിലവിളിക്കുന്നു. റോമ 8:26. റോമ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. 2 കൊരിന്തോസ് 5:4. 2 കൊരിന്തോസ് 5:4. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പിടുന്നു. മൃത്യുവശകമായത് ജീവനാൽ രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റി കളയാനല്ല, പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 2 കൊരിന്തോസ് 5:2. 2 കൊരിന്തോസ് 5:2. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പിടുന്നു. മൃത്യുവശകമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റി കളയാനല്ല, പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. റോമ 8:23. റോമ 8:23.
23 സൃഷ്ടി മാത്രമല്ല ആത്മാവിന്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഈ ആന്തരികമായി വിലപിക്കുന്നത് തന്നെയാണ് നമ്മളെ ഈ സങ്കീർത്തനം 1:2 പറയുന്നുണ്ടല്ലോ, രാവും ഒന്ന് വായിക്കും. സങ്കീർത്തനം 1:2. 1:2 അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പൊ ഈ ധ്യാനിക്കുന്നു എന്നുള്ള പദത്തിന് അർത്ഥമുള്ളത് ഈ നെടുവീർപ്പിടുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഈ പ്രത്യേകമായിട്ട് ഈ വചനത്തിന്റെ കൃപയിൽ ജീവിക്കുന്നവര് ആവർത്തിച്ച് വചനം വായിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാകാത്തവർക്ക് ഈ നെടുവീർപ്പിന്റെ ആത്മാവിനെ അറിയാത്തവരാണ് പറയുക എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിക്കുന്നത് എന്നുള്ളത്. വചനം ആവർത്തിക്കുന്നത് ശരിക്കും ധ്യാനമാണ്. അതായത് അത് പുരാതന കാലം മുതലുള്ള ഒരു രീതിയാണ്. ഒരു ആത്മീയ ഗുരു ശിഷ്യനോട് പറയും, ആത്മീയ ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ വന്ന് ചോദിക്കും, എനിക്ക് ഇന്നൊരു വചനം തരുമെന്ന് ചോദിക്കും. അപ്പൊ ആ വചനം കൊടുക്കും. ആ ദിവസം മുഴുവൻ ആ ശിഷ്യൻ ആ വചനം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആവർത്തനം എന്ന് പറയുന്നതാണ് ധ്യാനം. ആവർത്തിക്കും. മാനുഷികമായി കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഇതേ ഒരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നും. ആത്മാവിലായിരിക്കുന്നവര് വചനം ആവർത്തിക്കുന്നത് ജോഷുവ 1:8 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, രാത്രി അങ്ങനെ ജോഷുവ 1:8 രാവും പകലും ധ്യാനിക്കുക. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിൽ ഉണ്ടായിരിക്കണം, അതിനെ കുറിച്ച് നീ ധ്യാനിക്കണം. രാവും പകലും അതിനെ കുറിച്ച് ധ്യാനിക്കണം. അപ്പൊ ഈ രാവും പകലും ധ്യാനിക്കുക എന്ന് പറഞ്ഞത് ആത്മാവിൽ വിതയ്ക്കുന്നതാണ്. അപ്പോഴാണ് ആത്മാവിൽ ഫലം പുറപ്പെടുന്നത്. അതാണ് ഗലാത്യ 6:8 നമ്മൾ വായിക്കുന്നത്. ഗലാത്യ 6:8 എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഈ ഫലം പുറപ്പെടും. ഇതാണ് 4ാമത്തെ കാര്യം. ഈ പ്രാവ് സൂചിപ്പിക്കുന്ന ഒരു ഫലപുഷ്ടിയെ കുറിച്ചാണ്. അതായത് സഭയിലുള്ള ഒത്തിരിയേറെ കൃപകളെ കുറിച്ചാണ് അത് പറയുന്നത്. ഗലാത്യ 5:22, ഏഷ്യ 11:2, 1 കൊറിന്തോസ് 12 മുതലുള്ളത്, എഫേഷ്യൻസ് 4:11 മുതലുള്ളത്. ഇതെല്ലാം സഭയിലുള്ള കൃപകളാണ്. വലിയ ഡെപ്പോസിറ്റ് ആണ് നമുക്കുള്ളത്. ശരിക്കും കത്തോലിക്ക സഭയിലെ അംഗങ്ങള് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിട്ട് ദരിദ്രരായിട്ട് ജീവിക്കുന്നവരായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. ഡെപ്പോസിറ്റ് ഉണ്ടായിട്ട് അതിൽ നിന്ന് ഒരു ഡെപ്പോസിറ്റ് എങ്കിലും റിലീസ് ചെയ്യാതെ ദരിദ്രരായിട്ട് ജീവിക്കുക. ഇത്രയേറെ കൃപകള് സഭയിലെ കൂദാശകൾ വഴിയായിട്ടുണ്ട്. ആ കൂദാശകൾ നമുക്ക് ഈ പറയുന്ന ഗലാത്യ 5:22 ഏഷ്യ 11:2 1 കൊറിന്തോസ് 12:4 മുതലുള്ള വചനത്തിലേക്കും എഫേഷ്യൻസ് 4:11 നയിക്കുന്നതാണ്. അങ്ങനെ ഫലമുഷ്ടിയായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് ജീവിക്കാൻ വിളിക്കുന്നവരാണ് ആത്മാവിൽ വളരാൻ ആഗ്രഹിക്കുന്നവര്. അങ്ങനെയാണ് മുന്നോട്ട്. ഇനി ഒരു കാര്യം ഇത് ജാഗ്രതയെ കുറിച്ചാണ്. സുഭാഷിതം 5:1-2. സുഭാഷിതം 5:1-2 മകനെ, എന്റെ ജ്ഞാനത്തിൽ ശ്രദ്ധ പതിക്കുകയും എന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നീ വിവേചനാശക്തി കാത്തു സൂക്ഷിക്കുകയും നിന്റെ അധരം അറിവ് സംരക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഇതിലാണ് ജാഗ്രത. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത്, നമ്മൾ ഓരോരുത്തരും ആത്മാവിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിലും നമ്മൾ ജാഗ്രത എന്ന് പറയുന്നെങ്കിലും ശ്രദ്ധിക്കുന്നത് അപവാദങ്ങളാണ്. അതാണ് നമ്മളെ തളർത്തുന്നതും നമ്മുടെ വിവേചന ശക്തി ഇല്ലാതാക്കുന്നതും തമ്മിൽ നിന്ന് സമാധാനം എടുത്തു കളയുന്നു. അതുകൊണ്ട് എല്ലാ അപവാദങ്ങളും കേട്ട് നടക്കേണ്ടതില്ല. അത് നമ്മളെ കുറിച്ചാണെങ്കിൽ സഭാപ്രസംഗകൻ 7:21. സഭാപ്രസംഗകൻ 7:21 മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താൽ നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കേട്ടെന്ന് വരും. പ്രഭാഷകൻ 28:16. പ്രഭാഷകൻ 28:16 അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല. അവർ സമാധാനത്തിൽ ജീവിച്ച് വിവേചനത്തിൽ വളരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു ദാനം. 1 കൊറിന്തോസ് 12:10. 1 കൊറിന്തോസ് 12:10 ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും
മറ്റൊരുവന് പ്രവചിക്കാൻ വരവും, വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും, വേറൊരുവന് ഭാഷാവരവും, വേറൊരു വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. അപ്പോഴാണ് നമ്മളെ എല്ലാ ആത്മാക്കളെയും വിവേചിക്കുന്നവരായിട്ട് ഒന്ന് യോഹന്നാൻ 4:1 രൂപാന്തരപ്പെടുകയും അങ്ങനെ ഫിലിപ്പിയ 1:9, ലേവ്യർ 10:10, പ്രഭാഷകൻ 39:4, എസെക്കിയേൽ 22:26, എസെക്കിയേൽ 44:23 വിവേചനമുള്ള ആത്മാവിന്റെ ശക്തിയിൽ ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറും. പ്രൈസ് ദി ലോർഡ്.